റൈസു വാ, ഉമ്മച്ചിയുടെ അടുത്ത് വന്നിരിക്കെ. നമ്മുടെ ബിൽഡിങ്ങും വീടുകളും ലാൻഡും ഒന്നും കൂടാതെ ആരിഫിന്റെ ഷെയറും അല്ലാതെ നിന്റെയും സാറയുടെയും മോന്റെയും പേരിൽ മാത്രം ഇപ്പൊ എത്ര രൂപ സേവിങ്സ് ഉണ്ടാവും? 20 crores. ഉമ്മച്ചിക്ക് ശരിക്കും അറിയാന്ന്. 20 പോരാ അല്ലേ? നോക്ക്, എനിക്കില്ലാത്ത അസുഖങ്ങളില്ല. പക്ഷെ അതിലും വലിയൊരു അസുഖം നിനക്കിപ്പോ. പൈസ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്ന അസുഖം. എന്തിനാ ഇതിന്റെ പുറകെ ഓടി നിന്റെ സന്തോഷം കളയുന്നേ? നിധി എനിക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നിനക്കറിയാലോ. വാപ്പച്ചി മരിച്ചപ്പോ എന്റെ ലൈഫ് വെറും പകലുകളും രാത്രികളുമായി ഒതുങ്ങിപ്പോയപ്പോ എനിക്ക് മുന്നോട്ട് പോകാൻ ഒരു ഹോപ്പ് ഉണ്ടായത് അവൾ വന്നപ്പോഴാ. നീ അടക്കം അവളെ കുറിച്ചോർത്ത് പ്രൗഡാവുന്ന ഒരു ദിവസം വരും. ആ കുട്ടി അത്രയും ടാലന്റഡ് ആണ് റൈസു. നമ്മൾ കാരണം ആ കുട്ടിക്ക് അവൾ അറിയിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ഫ്യൂച്ചർ ഉണ്ടാവാണെങ്കിൽ ആ സന്തോഷം ഒന്ന് കണ്ണടച്ച് കണ്ടാൽ അതിലും എത്രയോ ചെറുതാ നീ പറയുന്ന ഇത്തിരി പോന്ന ആ കടമുറി. ഇനി സായറയോടും കൂടി ഒരു കാര്യം പറയാം. ഞാൻ നാട്ടിൽ പോവാ, വാപ്പച്ചിയുടെ നമ്മുടെ വീട്ടിലേക്ക്. പാച്ചു നിധിയും കൊണ്ട് വരുന്നതാ അങ്ങോട്ടാ. പ്ലീസ് ഡോണ്ട് ഡു ദിസ് ടു മീ. ഷോപ്പ് അവന് കൊടുത്തോ. ഇതിന്റെ പേരിൽ എന്നെ വിട്ടിട്ട് ഇവിടുന്ന് പോകരുത് പ്ലീസ്. പ്ലീസ്. ഞാൻ മനസ്സുകൊണ്ട് നിന്റെ കൂടെ തന്നെയല്ലടാ. സൈറ പറയാറുണ്ട് ഞാൻ നാട്ടിൽ പോകുമ്പോ നിനക്കിവിടെ ഉറക്കമില്ലാന്ന്. വാപ്പച്ചിക്ക് നാട്ടിലുണ്ടായ നെഞ്ചുവേദന ഇവിടെ വെച്ചായിരുന്നെങ്കിൽ വാപ്പച്ചി മരിക്കില്ലായിരുന്നു എന്ന് നീ പറയാറില്ലേ? എനിക്ക് ആ അവസ്ഥ ഉണ്ടാവാതിരിക്കാനല്ലേ നീ എന്നെ എപ്പോഴും അടുത്ത് നിർത്തുന്നേ? എനിക്ക് ആ സ്നേഹം പോരെ? നോക്ക്, ഞാൻ ഈ ഫ്ലാറ്റില് മാക്സിമം ഹെൽത്തി ആയിട്ട് ഒരു 10 വർഷം ജീവിക്കുമായിരിക്കും. നാട്ടിലാവുമ്പോ അതിന്റെ പകുതി ടൈമില് വാപ്പച്ചിയുടെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. പക്ഷെ ഹാപ്പി ആയിട്ട്. എനിക്ക് ആ പറമ്പിലൊക്കെ നടക്കണം. അവിടുത്തെ കറിവേപ്പിലയും കൊടമ്പുളിയിട്ട് മീൻകറി ഉണ്ടാക്കണം. സരോജിനിനെ ദേഷ്യം പിടിപ്പിക്കണം. ഒരു ഉഗ്രൻ തിയേറ്റർ ഉണ്ട് നാട്ടിൽ, അവിടെ നിധിയെയും കൊണ്ട് സിനിമയ്ക്ക് പോണം. പിന്നെ നല്ല സ്റ്റൈലിൽ ഷെയ്ഡ്സ് ഒക്കെ വെച്ച് ഫ്ലൈറ്റ് കയറി ഇവിടെ വന്ന് നിങ്ങളൊക്കെ ഇടയ്ക്ക് കാണണം. പറയാൻ പറ്റില്ല, എനിക്ക് 100 വയസ്സാവുന്നവരെ വാപ്പച്ചിമ്മയിലെ കാത്തിരിക്കേണ്ടി വരും. നീ സമ്മതിച്ചാൽ മാത്രമേ ഉമ്മച്ചി ഇതൊക്കെ ചെയ്യൂ. ഇനി നോ കള്ളത്തരം. നീ എന്റെ റൈസു അല്ലേ?